ചേട്ടന്റെ കസ്റ്റഡിയില് തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? நாங்கெல்லாம் ஃபிக்ஸ் பண்ணிட்டோம், இனி நீங்க தான் ஃபிக்ஸ் பண்ணணும். എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? கொஞ்சம் அட்ஜஸ்ட் பண்ணணும் அப்படின்னு சொல்லி சொன்னா. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. ജനിക്കുന്ന പെണ്ണായിട്ട് ജനിക്കണമെന്ന് ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ട് ഇറങ്ങിക്കോളും. அட்ஜஸ்ட்னா நான் அதான் கேக்குற மாதிரி. அப்போ எனக்கு இருந்த அறிவுக்கு கொஞ்சோண்டு கேட்டேன் என்ன அப்படின்னு சொல்லிட்டு. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. அப்பதான் வந்து என்ன டைரக்டர் வந்து நான் அப்படி கேட்பாங்கன்னு சத்தியமா நினைச்சே பார்க்கல. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവളെ പിച്ചാത്തിച്ച് കുത്തും. അതോടെ ഒടുക്കം. பார்க்கல. ஏன்னா ஒரு ஃபேமிலியை விட்டுட்டு நம்ம ஒரு விஷயத்த சாதிக்கணும்னு வரோம். அவரு அட்ஜஸ்ட்மெண்ட் கேக்குற. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. என்ன நீ அட்ஜஸ்ட் பண்ணணுமா, கேமராமேனை நீ அட்ஜஸ்ட் பண்ணணுமா, அப்புறம் ப்ரொடியூசரை அட்ஜஸ்ட் பண்ணணுமா? ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? ஹீரோவை அட்ஜஸ்ட் பண்ணணுமா, மேனேஜர்ஸ். அப்போ நாங்க எப்போ வேணா ரூமுக்கு வந்துட்டு போவோம். വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാമോ ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. இது வந்து 15 நாள் வந்து தஞ்சாவூர் பக்கத்துல இது நடக்கும். മണം പിടിച്ച് പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ അമ്മട്ടി മോനെ. എന്നിട്ട് കിന്നാരത്തുമ്പിലെ ഡയലോഗ് നിന്നെ ആരോടാ ഇങ്ങോട്ട് വിളിച്ചത്? இதுக்கெல்லாம் ஓகேனா நான் எக்ஸ்പെക്ട് பண்ணாத அளவுக்கு ஒரு സാലറി. വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ. അല്ല, കാശ് എത്ര വേണം? തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. அந்த ஒரு சாலரியும் உங்களை வந்து லிஃப்ட் அப், உங்களை நாங்க அடுத்த படம் ரிலீஸ் ஆச்சா? എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം. அவன் ஆச்சுன்னு நினைக்கிறேன். பட் ஆனா அது பெருசா ஓடல. எப்படி ஓடும்? നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ, എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം. ഇനി ഇവിടെ നിൽക്കണ്ട.